അപ്പോൾ വെൽക്കം ടു മൂന്നാർ ഡേ 2. ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. നമ്മൾ ആദ്യം റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങിയപ്പോൾ കണ്ടത് ഇവരുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുള്ള ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. മലയണ്ണാനാണത്. ഇതിൻ്റെ വാല് കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. അത് ശരിക്കും നീണ്ട് ഇരിക്കുമ്പോഴാണ് കാണാനുള്ള ഒരിത്. തലകുത്തി മറിഞ്ഞൊക്കെ അവിടെ കുറേ നേരം തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു ആ മരത്തിൽ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കോട അന്നും ഉണ്ടായിരുന്നു രാവിലെ. എന്നിട്ട് ആസ് യൂഷ്വൽ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു സ്നാക്കും കഴിച്ചു. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് വെച്ച് പിടിച്ചത്. അവിടെ ഇപ്പോൾ ഭയങ്കര റെനോവേറ്റഡ് ആക്കിയിട്ടുണ്ട്. വിയർ എക്സ്പീരിയൻസ് സെൻറ്റർ, അങ്ങനെ കുറേ ആ സ്റ്റാച്ചു ഒന്ന് നോക്കി വെച്ചോട്ടാ. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തു. ബസ്സിൻ്റെ അവിടേക്ക് കയറാൻ പോവാം. ഹലോ ഹലോ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഈ ബസ്സിലാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് കുറച്ചധികം മേലെ സീനറിയൊക്കെ കണ്ട് അവിടെ എത്തണം. അവിടെ നമ്മൾ ഇറക്കി വിടും. അവിടെ ഒരു എൻട്രൻസും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ബസ് ഓപ്റ്റ് ചെയ്യുന്നത്. ഞാനൊരെണ്ണം കൂടെ ലാസ്റ്റ് ടൈം ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത് 2013 നമ്മൾ 10th പഠിക്കുമ്പോൾ യെസ്. ഇങ്ങനെ നമ്മൾ അവിടെയും കുറച്ച് സാധനങ്ങൾ കണ്ടു, മേടിച്ചു. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. സോ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ ദിസ് വാസ് വെരി ടെംപ്റ്റിങ്. ചോക്ലേറ്റ് മഫിൻ കണ്ടിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്യാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മസാല കോൺ മേടിച്ചു. അതും നല്ലതായിരുന്നു. നമുക്കവിടെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. അവിടെ ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റി വിടില്ല. ക്യാമറയൊക്കെ അല്ല അവിടെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മഫിൻസും വാങ്ങിച്ച സാധനമൊക്കെ അവിടെ നിന്ന് കഴിച്ച് അതിങ്ങനെ കയറി. കുറേ നടക്കാണ്ട് ഇനി. ഞാൻ ആ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടേ. അവരെല്ലാവരും മനത്തോട്ട് നോക്കി കുറേ ക്യാമറ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഇങ്ങനൊരു സിലുവേറ്റാണ് കണ്ടത്. ഞാൻ നേരത്തെ സ്റ്റാച്ചു ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ ആയിരുന്നു. നീൽഗിരി ടാർ എന്ന് പറയും. തമിഴ്നാടുവിൻ്റെ സ്റ്റേറ്റ് അനിമൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓൾസോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അതിൻ്റെ പോപ്പുലേഷൻ കാണുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അത് പ്രൊട്ടക്റ്റഡ് ആണ് ആക്ച്വലി, കാരണം അതൊരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. അതാ ഇവിടെ നിറച്ചുണ്ട്. കാണിച്ചു തരാട്ടോ. അതോ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇങ്ങനെ കൂട്ടത്തോടെ ആയിരിക്കും ഇവർ കഴിക്കാനൊക്കെ പോകുന്നത്. എന്നിട്ട് ഇവർക്കൊരു ഫീമെയിൽ സെൻറ്റിനൽ ഉണ്ടാവും. സെൻറ്റിനൽ എന്ന് പറഞ്ഞാൽ ഇവരെ ഗാർഡ് ചെയ്യാൻ, അതായത് എന്തെങ്കിലും ത്രെറ്റോ ഡേഞ്ചറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീമെയിൽ ഗാർഡ് ഉണ്ടാവും എന്നാണ് ഇവർക്ക്. അങ്ങനെയാണ് ഇവരുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ ഓരോ ടേൺ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഹോപ്പ്ഫുള്ളി. യെസ്, അങ്ങനെ ഇതിനെയൊക്കെ കണ്ടു വന്നു. കുറേ നേരം അവിടെ നോക്കി. ആൾ മൈൻഡൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. വെരി ബിസി ഈറ്റിംഗ് ഓർ ഗ്രേസിങ്. നമ്മൾ വരയാടെന്നാണ് മലയാളത്തിൽ പറയുന്നതെങ്കിലും അതിന് ഏറ്റവും സാമ്യം, ഐ മീൻ ജനറ്റിക്കലി അതിന് സാമ്യം ഷീപ്പിനോടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹലോ ഹലോ മൈൻഡില്ല. ശരിക്കും ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണമല്ലേ. ഫീൽസ് ലൈക്ക് ഇറ്റ്സ് ദ മോസ്റ്റ് വാണ്ടഡ് ബ്രേക്ക്. നല്ല കാറ്റുണ്ട്, ലൈക്ക് ബ്രീസാ.
ഇതിനു മുമ്പ് വന്നപ്പോഴൊന്നും ഞാൻ ഇത്രയും വരയാടുകൾ ഒരുമിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ദാറ്റ് വാസ് എ സൈറ്റ്. ആ ഒരു കനോപ്പിയിൽ അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് താഴെ ആ ഒരു ഇൻഹാബിറ്റേഷന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂവിൽ. അങ്ങനെ ഇളം കാറ്റൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ പയ്യെ തിരികെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ക്ഷീണം അറിയില്ല, അങ്ങനെ വേർക്കൊന്നുമില്ലല്ലോ. കുറച്ച് ഷോ കാണിച്ച് നടന്നു വന്നതാ. ഷൂ ലേസ് ഊരിപ്പോയി, ഞാനാ കാണിച്ചു കൊടുത്തെ. ഫീലായി തുടങ്ങി. എനിക്ക് പൊതുവേ ഈ സൂവിലൊന്നും പോകാൻ ഇഷ്ടമില്ല, ഇങ്ങനെ കൂട്ടിലടച്ചിട്ട് കുറേ അനിമൽസിനെയൊക്കെ കാണാൻ. പക്ഷേ ദിസ് ഇസ് റിയലി എനിക്ക് എൻജോയബിളാണ്. നേച്ചറായിട്ട് കണക്റ്റഡ് ആകുമ്പം നമുക്ക് പലർക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചുകൂടെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്കും കിട്ടും. പിന്നെ അവരുടെ തന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റ്സിൽ കാണുമ്പോഴേ. അവിടെ പിന്നെ സോനി ഷോപ്സൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് വാങ്ങിച്ച് കൊണ്ടുപോകാൻ പറ്റിയ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. അതേപോലെ സ്റ്റോറി ഓഫ് ദ പാർക്ക് എന്ന് പറഞ്ഞൊരു സെഷനും ഉണ്ട് അവിടെ. അവിടെയും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയല്ല, നമ്മൾ ബസ് ഇറങ്ങി വരുമ്പോഴുള്ള സ്ഥലം. ബസ് തിരിച്ചിറങ്ങി വരുമ്പോഴും അവിടെ ഇങ്ങനെ കുറേ ഫോറസ്റ്റ് പ്രൊഡക്ട്സും സ്പൈസസും സ്പോഷസും അങ്ങനെ കുറേ സാധനം നമുക്ക് മേടിക്കാൻ പറ്റും. അവിടെ ഒരു കഫേ ഏരിയ ഉണ്ട്, നമുക്ക് ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടിയിട്ട്. ഒരു VR എക്സ്പീരിയൻസ് സെൻറ്ററും കൂടി ഉണ്ട്. അതാ അവിടെ എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ടിക്കറ്റാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള പല കാര്യങ്ങളുടെ എക്സ്പീരിയൻസസും അങ്ങനത്തെ പോയിൻറ്റ്സും എല്ലാം ഈ ഒരു ബോർഡിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചത് മൊത്തം കൊന്ന പൂക്കളായിരുന്നു. ആ പോകുന്ന വഴിയൊക്കെ നിറച്ചെന്ന് പറഞ്ഞാൽ നിറച്ചുണ്ടായിരുന്നു. നമുക്ക് ആ കനോപ്പി കാണുമ്പോൾ അതിനിടയിൽ മൊത്തം യെല്ലോ കളർ ഇടയ്ക്കിടയ്ക്ക് കാണാം. അത് ആക്ച്വലി വിഷുവൊക്കെ കഴിഞ്ഞിട്ടും ഇത് ഇത്രയും അവിടെ പൂത്തിക്കണ കാണുമ്പോഴേ വിഷുവിന് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ കൊന്നും പൂപ്പിച്ചത്. അതല്ലേലും അങ്ങനെയാണ്. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് മറയൂരെത്തിയിട്ടുണ്ട്. മറയൂര് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ സ്റ്റോപ്പ് ചെയ്തു. ആക്ച്വലി ബ്രഞ്ചാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളൊന്നും കഴിച്ചില്ല. പക്ഷേ ചില്ലറ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് കയറ്റിയല്ലോ. അപ്പോൾ വിയററ്റ് ഹോട്ടൽ ഗുരുദേവ. എന്താ കിട്ടാന്നറിയില്ല. ഗ്യാസിൻ്റെ പ്രോബ്ലം ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നേരത്തെ നിർത്തിയപ്പോൾ അറിഞ്ഞത്. നോക്കാം. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ടാണ് കയറിയത്. അങ്ങനെ ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അത്യാവശ്യം നല്ല ആസ്വദിച്ചാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചത്. എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ആക്ച്വലി ഈ ഫുഡ് ഈ സൈഡിൽ കിട്ടിയില്ലോ എന്നോർത്തിട്ട്. ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, ബിക്കോസ് നല്ല അടിപൊളി വിശപ്പുണ്ടായി. നല്ല അടിപൊളി ഫുഡും ആയിരുന്നു, ഒന്നും പറയില്ല. ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ, മീൽസും ബിരിയാണി എല്ലാം അടിപൊളി. ഇതെന്ത് ഫ്ലേവറാണ്? അൽഫോൺസോ, മാംഗോ, ടെൻഡർ കോക്കനട്ട്. നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന കാണാൻ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് അവർ ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ മറയൂര് ടൗൺ കയറുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ വന്നാൽ നിറച്ച് രണ്ട് സൈഡും പാടങ്ങളും ഇങ്ങനത്തെ വ്യൂ ആണ് മുഴുവൻ. അപ്പോൾ അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അവിടെ പറഞ്ഞുതരും. ഞങ്ങളങ്ങനെ ചോദിച്ചാണ് വന്നത്, പക്ഷെ മിസ്സായി. ചില ദിവസങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ വിചാരിക്കുന്നതെല്ലാം അങ്ങ് നടക്കണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പം സാരില്ല, പിന്നീട് ഒരിക്കൽ വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ കണ്ടില്ലെങ്കിലും ഒന്നും പറ്റാനൊന്നും പോകുന്നില്ല. എന്നാലും ചെറിയൊരാഗ്രഹം, ഇനി വരുമ്പോൾ കാണാം.
അങ്ങനെ ഞങ്ങൾ നേരെ ആ ടൗൺ ഏരിയയിലേക്ക് തന്നെ പോയി. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് ഓർത്തു. ഇതൊക്കെ ഇവിടുത്തെ ആണെന്നാണ്, ഇവിടുത്തെ നാടൻ എന്നാണ് പറയുന്നത്. അങ്ങനെ വെളുത്തുള്ളി, പിന്നെ ഇത് മറ്റേ കസ്റ്റേർഡ് ആപ്പിളില്ലേ, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതെന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ഇവിടെ കാണുന്നത്. അപ്പോൾ ചിറ്റയാണോ പറഞ്ഞത് ഇത് ഫേമസ് ആണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ. സർബത്ത് കുടിക്കാൻ നിൽക്കാം. എന്താ ഓർഡർ ചെയ്ത്? നാരങ്ങ വെള്ളം. സോഡ നാരങ്ങ പറഞ്ഞത്, അത് ഉപ്പല്ല, പറ്റിച്ചു. പുളിയുണ്ട് പക്ഷെ ടേസ്റ്റും ഉണ്ട്. കഴിഞ്ഞാണ് നേരെ പോയാൽ നിറച്ച് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചോദിക്കണം, ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് ഇത് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എലക്ഷൻ ആയതുകൊണ്ട് അവിടുത്തെ പണിക്കാർ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മേ ബി നിങ്ങളെപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഉണ്ടാവുമായിരിക്കാം. ഓക്കെ, മുഴുവനായിട്ടിങ്ങനെ ഫുൾ ഗോൾഡൻ ഷവേഴ്സ് കണ്ട ഒരു സീൻ ഇതായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൻ്റെ അതേ അതിനിടയിൽ ഒരാൾ കയറി ഇരിക്കുന്നു. അവിടെ കിടന്ന് കുറച്ച് സർക്കസ് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും കിട്ടി കുറച്ച്. അത് ഭയങ്കര ഗോൾഡൻ യെല്ലോ കളറാട്ടോ. അത് പല ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമ്മൾ കണ്ടിരുന്നു അതിനിടയിലൊക്കെ. പക്ഷേ ഈ ഞങ്ങൾ നിർത്തിയ സ്ഥലത്ത് നല്ല രീതിയിൽ ഗോൾഡൻ യെല്ലോ കളറായിരുന്നു അത്. ഈ യെല്ലോ ഷെയ്ഡ് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡ് വരാൻ തുടങ്ങി അതിനിടയിൽ. റെഡ് കഴിഞ്ഞതിനിടയിൽ ഞങ്ങൾ കുറച്ച് വയലറ്റ് ഷെയ്ഡ്സും കണ്ടു കേട്ടോ. അപ്പോൾ ഇത് മറ്റേ നമ്മുടെ ഗുൽമോഹർ പോലത്തെ ഫ്ലവേഴ്സാണ്. അതും നല്ല ഇങ്ങനെ ലഷായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെയും ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിൽ കുറേയും ഫ്ലവേഴ്സ് തന്നെയായിരുന്നു, ലീവ്സ് ഭയങ്കര കുറവായിരുന്നു അവിടെ. അത് ഈ ഗ്രീനറിയുടെ ഇടയിൽ ഇത് കാണുമ്പം ഭയങ്കര ഭംഗിയാണ്. അത് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെയും ആ സൈഡിലൊക്കെ ഇങ്ങനെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈവനിങ് ആയപ്പോഴാണ് കുറച്ചധികം കണ്ടത്. പക്ഷേ ദിസ് വാസ് കുറച്ചും കൂടെ കൂടുതലായിരുന്നു. രണ്ടാമത്തെ ദിവസം മഴ കുറവായിരുന്നു, തണുപ്പ് കൂടുതലായിരുന്നു ആക്ച്വലി. അന്ന് നമ്മൾ ഈ ഏരിയയിൽ മറയൂർ ഏരിയയിൽ വന്നതുകൊണ്ടും അത്യാവശ്യം തണുപ്പുണ്ടായി. മൂന്നാർ ടൗണെത്തി നമ്മൾ തിരിച്ച്. അപ്പോൾ കുറേ വീഡിയോസ് കണ്ടിട്ട് നമ്മളൊരു ചായ് ബ്രേക്ക് എടുക്കാൻ വന്നതാണ്. കുറച്ച് നേരം അവിടെയൊക്കെ സ്കാൻ ചെയ്ത് നടന്നു എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ അരുവിക്കുളം പോയപ്പോൾ കണ്ട ഒരു സിമിലർ സ്നാക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ടാർട്ട് കേക്ക് പോലെ തന്നെ ഒരെണ്ണം. പക്ഷെ നമ്മൾ വേറെ സാധനം കഴിക്കാനാണ് ആക്ച്വലി വന്നത്, കഴിക്കാനല്ല ട്രൈ ചെയ്യാനായിട്ടാണ് വന്നത്. അങ്ങനെ അതൊക്കെ മേടിച്ചു. ഇത് ക്യാരറ്റ് ഡേറ്റ്സ്, മറ്റേത് ഗീ കേക്ക് ആയിരുന്നു. ഗീ കേക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത് ആക്ച്വലി. അത് ഭയങ്കര മെൽറ്റ് ഇൻ ദ മൗത്ത് ഒക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കാം. സോഫ്റ്റ് ആണോ? അതെ, ഗീൻ്റെ ടേസ്റ്റ് ഉണ്ടോ നല്ലോണം? നോക്കട്ടെ, അത് നോക്കട്ടെ. കഴിച്ചു നോക്കി. സോഫ്റ്റ് ഒക്കെയാണ്, പക്ഷെ എനിക്ക് വാനിലയുടെ ഫ്ലേവർ കുറച്ചുകൂടെ അധികം കിട്ടുന്നുണ്ട്, മോർ ദാൻ ദ ഗീ. മറ്റേത് കഴിച്ചോ?
ഏറ്റവും അടിപൊളി. എൻ്റെ ഫേവറേറ്റ് സ്പഞ്ച് കേക്ക്സിൽ ഒരെണ്ണമാണിത്. നല്ല നല്ല സോഫ്റ്റും നല്ല ഫ്ലേവറും ഉണ്ട്. ഇതെന്താണെന്നറിയോ ഇവർ കുടിക്കുന്നത്? റോസിൻ്റെ ടീ. അങ്കിള് പറയുന്നത് എന്താ അറിയോ, അടുപ്പിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് എന്ന്. അതിൻ്റെ ഫ്ലേവറും ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനങ്ങനെ വലിയ ചായ ഫാനൊന്നുമല്ല, ഇങ്ങനത്തെ എക്സോട്ടിക് ടൈപ്പ് ഒട്ടുമല്ല. എനിവേസ് കാണാനൊരു പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഐ എം നോട്ട് എ ഫാൻ. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇത് നമ്മുടെ ടീ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു ഏരിയ അവിടെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലാണ് സ്നാക്സും ടീയും ഒക്കെ ലൈവായിട്ട് അവർ സെർവ് ചെയ്യുന്നത്. ടേക്കർപ്പിൾ ചായ് ബ്രേക്ക്, അതാണ് അതിൻ്റെ പേര്. റൂമിലേക്ക് തിരികെ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴൊന്നും ഇത്രയും നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടും എന്നൊരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇന്നലത്തെ പോലെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ആയിരിക്കും വെതർ ഈവനിങ്ങിലും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നമ്മൾ ഓടിച്ചു പോയപ്പോൾ ഒരു ഏരിയയിൽ മൊത്തം വൈറ്റ് ഷെയ്ഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിലേക്ക് പോവായിരുന്നു, പക്ഷെ അപ്പോഴാണ് കോട ഫുൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഒന്ന് ഒരു വ്യൂ പോയിന്റിൽ നിർത്തി കാണിച്ചു തരാം കേട്ടോ. അവിടെയൊക്കെ മല കണ്ടിരുന്നു, അവിടെ മൊത്തം ഇപ്പോൾ കോടയായിട്ടോ. താഴേക്കൊരു സൈഡ് ഉള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ, അത് നോക്കൂ. അത് ഫുൾ കോടയാണ്, മറ്റേ ക്ലൗഡ് ബെഡ് പോലെ അവിടെ മുഴുവൻ. നല്ല അടിപൊളി കാറ്റും ഭയങ്കര കോടയാണ് താഴേക്ക്. ഇവിടെ നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. മൂന്നാറിൻ്റെ പല ഫേസസ് കാണാൻ ആക്ച്വലി ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായെന്ന് വേണം പറയാൻ. കാരണം തലേ ദിവസം നമ്മൾ ചെന്ന ദിവസം ആക്ച്വലി നല്ല മഴയായിരുന്നു. പിന്നെയുള്ള ദിവസം ഇതേപോലെ ഫുൾ കോടയായിട്ട് കവേർഡായിരുന്നു. ഇത് ഈവനിങ്ങിലാണ് കേട്ടോ ഈ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നത്. രാവിലെ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, ദൂരെ നമുക്ക് ഇച്ചിരി ഇങ്ങനെ കോട കാണാമായിരുന്നു എന്നുള്ളൂ. അങ്ങനെ വഴിയിലൊന്നും റോഡിലൊന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഭയങ്കര പതുക്കെയാണ് ഓടിച്ചിട്ട് പോയത്. ബിക്കോസ് ഫുൾ കോട വെച്ച് കവേർഡായിട്ട് വരുന്നുണ്ടായിരുന്നു. റോഡിലൊക്കെ ആണെങ്കിലും കാണാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യുന്നതിനിടയിൽ സൈഡിൽ കൂടെ നോക്കുമ്പോഴും താഴേക്ക് കോട ഇറങ്ങുന്നുണ്ടായിരുന്നു ഒരുപാട്. അപ്പം വി വർ എൻജോയിങ് ദ വ്യൂ ആൻഡ് ദെൻ പതുക്കെ ഓടിച്ച് റൂമിലെത്താം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ പോവുമായിരുന്നു. എന്തൊക്കെയാണ് നമ്മുടെ നേച്ചറിൽ ഇങ്ങനെയുള്ളതല്ലേ. ഇറ്റ് ഈസ് വെരി മെസ്മറൈസിങ് ഇൻഡീഡ്. കണ്ട് അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. നമ്മളത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരു വാട്ടർഫോൾസൊക്കെ കണ്ടിരുന്നു. മൂന്നാർ പല സൈഡിലായിട്ട് ഇതേപോലെ വാട്ടർഫോൾസ് ചെറുതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും മഴ പെയ്തതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ വീണ്ടും റൂം എത്താറായി. ജസ്റ്റ് ഒരു 2 minutes ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും റോഡ് ഫുൾ അതുണ്ടോ, ഇവിടെ മൊത്തം കോടയാ. അപ്പോൾ ഒന്നുകൂടെ നിർത്തി. നമ്മൾ രാവിലെ പോയപ്പോൾ ഈ ടീ ഗാർഡൻസൊക്കെ നല്ല എവിഡൻ്റ് ആയിട്ട് കാണാമായിരുന്നു. പക്ഷെ ഇപ്പം അത് മൊത്തം വൈറ്റിഷായിട്ട് കവേർഡായിട്ട് നിൽക്കുക. അപ്പോൾ ദൂരെ നിന്ന് വണ്ടി വരുമ്പോൾ കുറച്ചുകൂടെ അടുത്ത് വന്നാലേ നമുക്കറിയുള്ളൂ അവിടെ നിന്ന് വണ്ടി വരണം എന്നുള്ളത്. നമ്മളതിനിടയിൽ അവർ പിന്നെയും ചായ കുടിക്കാൻ പോയി. നമ്മളതിനിടയിൽ ബ്രെഡ് ഓംലെറ്റ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ ദിവസം കഴിക്കാൻ മിസ്സായിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ എന്നോർത്ത് അതും ഓർഡർ ചെയ്തു. തണുപ്പത്ത് ഇത് കഴിക്കാൻ ആക്ച്വലി നല്ല രസമാണ്. നാട്ടിൽ വന്നാൽ ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. പിന്നെ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സും കണ്ടു അതിനിടയിൽ. അവിടെ എത്തി വേറൊരു എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ഇറങ്ങി കാറിൽ. നമുക്ക് കുറച്ച് നടന്നാൽ മതി. ഇവിടെയൊക്കെ മൊത്തം കോടയാണ്. നടന്ന് കയറാം. അപ്പുറ സൈഡ് ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് കുറവാണ്. ഇങ്ങനെ
ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദ രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസത്തിൻ്റെ ഒരു കുട്ടി വ്ളോഗ് വരും കേട്ടോ.